2025 നടക്കാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് ബാബ വാങ്കയുടെ പ്രഡിക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, പേഴ്സണലി ഞാൻ ഈ ആസ്ട്രോളജിയിലോ പ്രഡിക്ഷൻസിലോ ഒന്നും വലിയ വിശ്വാസമുള്ള ആളൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇതൊക്കെ അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ആദ്യത്തെ കാര്യം തന്നെ പറയുന്നത് ടെലിപ്പതിക് ഡിവൈസസ് സർവ്വസാധാരണമാകും എന്നുള്ളൊരു കാര്യമാണ്. ടെലിപ്പതി എന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്ക് തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സറിയാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഡിവൈസുകൾ മനുഷ്യൻ വികസിപ്പിക്കും 2025 എന്നാണ് ബാബ വാങ്ക പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ന്യൂറോലിങ്കിന്റെ ഒക്കെ ഡെവലപ്മെന്റ് അത്തരത്തിലേക്ക് തന്നെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം എൻഹാൻസ്ഡ് ഹ്യൂമൻസ് വിത്ത് സൂപ്പർ പവേഴ്സ് എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഈ സൂപ്പർ ഹീറോസിലൊക്കെ കാണുന്ന തരത്തിലേക്കുള്ള കഴിവുകൾ പ്രാപ്തിയൊക്കെയുള്ള സൂപ്പർ ഹ്യൂമൻസ് സൃഷ്ടിക്കപ്പെട്ടേക്കാമെന്ന്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് യൂറോപ്പിന്റെ തകർച്ചയാണ്. അത് 2025 സംഭവിക്കുമെന്ന് ബാബ വാങ്ക പ്രവചിക്കുന്നുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഉക്രൈൻ റഷ്യ തർക്കമൊക്കെ തന്നെയും അതിന് ചില സൂചനകളായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, റീജനറേറ്റഡ് ഓർഗൻസ് 2025 മനുഷ്യൻ അക്വയർ ചെയ്യും ആ ഒരു ടെക്നോളജി എന്ന് ബാബ വാങ്ക പ്രെഡിക്റ്റ് ചെയ്യുന്നത്. റീജനറേറ്റഡ് ഓർഗൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യോ കാലോ ഹൃദയമോ വൃക്കയോ കരളോ എന്ത് അവയവമാണെങ്കിൽ തന്നെയും അത് മറ്റൊരാളിൽ നിന്നും ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് പകരം ലാബിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി മനുഷ്യൻ പ്രാപ്തി നേടും എന്നുള്ളൊരു കാര്യമാണ് അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ക്ലൈമറ്റിക് കൺട്രോൾ മനുഷ്യന്റെ കയ്യിലേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ഓഫ് കോഴ്സ് നമുക്കറിയാം, ദുബായിലൊക്കെ ആർട്ടിഫിഷ്യൽ റെയിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് മനുഷ്യർ ഓൾറെഡി അതിന്റെ സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞാണ്. അപ്പോൾ എന്തായാലും പ്രഡിക്ഷൻസ് ഒക്കെ അതിന്റെ വഴിക്ക് ആ ഒരു വഴിക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നോട്ടെ. പണ്ടെപ്പോഴും ആരോ പറഞ്ഞ കാര്യങ്ങളല്ലേ. എനിവേ എന്തായാലും നമ്മളായിട്ട് സമാധാനമായിട്ട് സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാം.